അങ്ങേരെ എന്തെങ്കിലും ചെയ്യാൻ പോവാണോ? കൊല്ലണമെന്നുണ്ട്. പിന്നെ കൊന്നുകഴിഞ്ഞാല് കുഞ്ഞ് ജനിക്കുമ്പോ ഞാൻ ജയിലിലായി പോവും. ഒരു കൊടും കുറ്റവാളിയെ കൊന്നതിന്. അതിനേക്കാളും എനിക്ക് ആഗ്രഹം അവനെ ജയിലിൽ കിടത്താനാ. എന്റെ അച്ഛനെ കൊന്നത് അവനാണെന്ന് സ്വന്തം നാവുകൊണ്ട് പറഞ്ഞവനെ. ഇടിപിടിയൊന്നും ചെയ്യില്ല. എല്ലാത്തിനും സമയവും കാലവും നിശ്ചയിച്ച് തന്നെയാ മുന്നോട്ട് പോകാൻ പോകുന്നേ. ആ ലേഖേ, ഇയാളെ കൊണ്ടുപോയി കിടത്ത്. വാ മഹി, വാ. എടാ, പ്രതാപൻ എന്ത് ചെയ്യണോ എന്തോ? നീ പറഞ്ഞ പോലെ ജയിലിൽ കിടത്താണ് വേണ്ടത്. ഉണ്ണി അവന്റെ അമ്മയൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനോട് സ്നേഹമുണ്ട് രണ്ടാൾക്കും. സ്വത്തിനു വേണ്ടിയാണ് വാമദേവൻ എന്റെ അച്ഛന്റെ തലയിൽ ദുർഗ എന്ന സ്ത്രീയെ കെട്ടിവെച്ചതെങ്കിലും അച്ഛനുമായി ഒന്നിച്ച് ജീവിച്ച ആർക്കും അച്ഛനെ സ്നേഹിക്കാതിരിക്കാനാവില്ല. പിന്നെ ഉണ്ണിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പോയതാ. അതുകൊണ്ട് അച്ഛന്റെ ഓർമ്മകൾ അവനധികമൊന്നും കാണില്ല. എങ്കിലും അച്ഛനോടുള്ള സ്നേഹം അവൻ എന്നെപ്പോലെയോ അതിനപ്പുറമാണ്. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ കരുണ അവിടെ ഉണ്ടാവില്ല. അവളെപ്പോലെ ഒരുത്തി എന്തിനാണ് അവിടെ? അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയും കരുണയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ഉണ്ണിക്ക് പോലും അങ്ങനെ ഒരു ആഗ്രഹം കാണില്ല. അവന്റെ ഭാര്യ അവനെ വിട്ടു പോയാ അത്രയും ചെലവ് കുറഞ്ഞെന്നേ അവൻ ചിന്തിക്കൂ. ഇപ്പോഴവന്റെ ഭാര്യ അവിടെ ഉണ്ടെന്ന് കരുതി അവനാണോ അവൾക്ക് ചെലവിന് കൊടുക്കുന്നത്? എങ്കിലും നാളെ ചിലപ്പോൾ ചെലവിന് കൊടുക്കേണ്ടി വന്നാലോ? സ്വന്തം കുഞ്ഞ് പോയതുപോലും ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരുത്തനാ അവൻ. ആ, എന്തായാലും കേസ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പ് ചീട്ടാ. ഇങ്ങനെയൊരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ വാമദേവൻ മഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? ലക്ഷങ്ങൾ അയാൾ മഹിയോട് നിന്നോടും ചോദിച്ചില്ലേ? അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. പണം വാങ്ങിച്ചെടുക്കാനാണോ? അവന്റെയൊക്കെ നക്കപ്പിച്ച ആർക്ക് വേണം? അല്ലാതെ തന്നെ ചില കളികൾ കളിക്കാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. എടാ, പ്രതാപൻ നോർമലായി കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ അയാൾക്ക് സമനില തെറ്റിയ സമയത്ത് തന്നെ അയാൾക്ക് മുന്നിൽ എന്നെ എത്തിച്ചത്. അന്ന് അയാൾ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ സംഭവം നിങ്ങളെല്ലാവരും ഉള്ളിൽ വെച്ചേനെ. അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്താൽ നീറിക്കഴിഞ്ഞാനെ. അത് ശരിയാ. ഞങ്ങളോട് പോലും ഈ അടുത്ത സമയത്തല്ലേ മഹി എല്ലാം പറഞ്ഞത്. അതും പ്രതാപൻ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ. എല്ലാവരുടെ ഭാഗത്തും വീഴ്ച പറ്റി. എടാ, സ്നേഹിക്കുന്നവർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ. ഞാനേതായാലും അയാളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നീ അമ്മാവനെ വിളിച്ചിട്ട് പൈസ ശരിയായെന്ന് പറഞ്ഞേക്ക്.